ഓരോ ദിവസവും കുഞ്ഞിനെ കാണാതിരിക്കുമ്പോഴത്തെ ഒരു വിഷമം വേറെ ഒന്നുമില്ല കേട്ടോ. എനിക്കും അതെ, വേദയ്ക്കും അതെ. ഓരോ ദിവസവും എന്തെങ്കിലും കാരണം ഉണ്ടാക്കും നെട്ടയത്ത് പോവാനായിട്ട്, കുഞ്ഞിനെ കാണാനായിട്ട്. പിന്നെ സച്ചിൻ്റെ വീട്ടിൽ വന്നാൽ നമ്മുടെ വീടിന് തൊട്ടടുത്താട്ടോ. എപ്പോൾ വേണേലും ഓടിപ്പോകാൻ, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഓടിപ്പോയി കുഞ്ഞിനെ കാണാം. നെട്ടയത്താകുമ്പോൾ കുറച്ച് പാടാണ്, അതിനുള്ള സമയമൊക്കെ കണ്ടെത്തി വേണം. ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു കുഞ്ഞു വാവ കമിഴ്ന്ന് കിടന്ന് കളിക്കുന്നത് നിങ്ങൾ കണ്ടോ? കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനല്ല, ഞാനിപ്പോൾ ഇതേ വീഡിയോ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ബാക്കിൽ ഒരാൾ കിടന്ന് കമിഴ്ന്ന് കളിക്കുന്നത് കേട്ടോ. പക്ഷേ പാവം അമ്മയുണ്ടല്ലോ, അമ്മയാണ് കുഞ്ഞിയുടെ ഓൾ ഇൻ ഓൾ. അമ്മ വേണം അവൾക്ക് ഉറങ്ങാനും എല്ലാത്തിനും. പാലിന് മാത്രം മതി ചീമ. പിന്നെ അച്ഛനും അതുപോലെ അവൾക്ക് വേണം കേട്ടോ. അവൾക്ക് എപ്പോഴും ആരേലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം. ആ കാര്യം പറച്ചിലിന് അച്ഛൻ തന്നെ വേണം. അച്ഛനാണെങ്കിൽ പിന്നെ വാ തോരാതെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും അച്ഛനും അമ്മയും അവൾക്ക് അടുത്ത് കൂടിയേ തീരൂ. ചീമ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ സച്ചിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഇനി അവിടെയല്ലേ കൂടുതൽ നിൽക്കുന്നത്, അപ്പോൾ അവരുമായിട്ടായിരിക്കും ഭയങ്കര കൂട്ടല്ലേ. അതും ഇനി കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരിക്കും. കാരണം എപ്പോഴും അവൾക്ക് അമ്മയുടെ പ്രസൻസ് വേണം കേട്ടോ. അതുപോലെ അച്ഛൻ്റെ പ്രസൻസ്. അച്ഛൻ ഇങ്ങനെ കുറച്ച് സമയം സംസാരിക്കായിരുന്നു, അവളിങ്ങനെ നാല് ചുറ്റും നോക്കി കരച്ചിൽ തുടങ്ങും. ചീമയുടെ കയ്യിലിരുന്നാലും അമ്മയെ നോക്കി കരയും കേട്ടോ. അങ്ങനെ ആൾക്ക് രണ്ടുപേരും ആവശ്യമുണ്ട്. അതുകൊണ്ട് സച്ചിൻ്റെ വീട്ടിൽ പോയാൽ ഇവൾ കരച്ചിലായിരിക്കുമോ, അതോ അവിടെ ആയിട്ട് ഓക്കെ ആവുമോ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. എല്ലാ കുഞ്ഞു പാവകളും അങ്ങനെ തന്നെയാണ്. ഒരു 3-4 മാസം വരെയൊക്കെ അമ്മയുടെ വീട്ടിൽ നിന്നിട്ട് അവരല്ലേ ജനിച്ചപ്പം മുതൽ ആ 4 മാസം വരെ നോക്കുന്നത്. അത് കഴിഞ്ഞല്ലേ അച്ഛൻ്റെ വീട്ടിൽ പോകുന്നത്. അപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവരുമായിട്ട് സെറ്റാകുമായിരിക്കും. അപ്പോഴല്ലേ അവർ അറിയാറായൊക്കെ വരുന്നത്. ഇപ്പോൾ ആൾ നമ്മളൊക്കെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാനും നോക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 2.5 മാസമായിട്ടുണ്ട് അവൾക്ക്. അവൾക്കിപ്പോൾ പതിയെ നമ്മൾ വിളിക്കുന്ന സ്ഥലത്ത് നോക്കും, നമ്മളെ നോക്കും, ചെറുതായിട്ട് ചിരിക്കും. അച്ഛനായിട്ട് കാര്യം പറയുന്നതൊക്കെ എപ്പോഴും ഇങ്ങനെ അച്ഛൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം. ആ കാര്യം പറയുന്നത് കേട്ട് ഭയങ്കര ചിരിയും തിരിച്ചുള്ള കാര്യം പറച്ചിലും കേട്ടോ. ജനിച്ച സമയത്ത് ഞാൻ നൂലുകെട്ട് വരെ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ എടുക്കുകയും എൻ്റെ അടുത്ത് ഭയങ്കര കംഫർട്ടബിളായിരുന്നു കേട്ടോ അവൾ. അത് കഴിഞ്ഞ് നമ്മൾ 1 മാസം ട്രിപ്പിന് പോയിട്ടൊക്കെ വന്നപ്പോൾ ആൾക്ക് എന്നെ വലിയ പിടിയില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാനുമായിട്ട് ഭയങ്കര ഇതായിരുന്നു. ഞാനെടുത്ത കരച്ചിൽ നിർത്തും, ഞാനെടുത്ത ഉറങ്ങും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ 1 മാസം കഴിഞ്ഞ് വന്നിട്ട് ഇപ്പം ഞാൻ അധികം ഇവിടെ നിൽക്കുന്നുമില്ല. അതുകൊണ്ടാവാം ആൾക്ക് എൻ്റെ വന്നാൽ അത്ര വലിയ കാര്യമൊന്നുമില്ല, വലിയ സുഖമൊന്നുമില്ല. സുഖമില്ല എന്നല്ല, അത്ര ഒരു മൈൻഡില്ല. പിന്നെ വേദ വലിയ മുത്തശ്ശിയാണ് കേട്ടോ. കൊച്ചിൻ്റെ കാര്യം ഫുൾ അവൾ തന്നെയാണ്. എടുക്കാൻ പറ്റുന്നില്ല എന്നൊരു വിഷമേ ഉള്ളൂ. ബാക്കി എല്ലാം വേദയാണ്.